ശ്രീ സിയാദ് കോക്ക് പറയേണ്ടത് പറയേണ്ട സമയത്ത് പറയണമായിരുന്നു, ചോദിക്കേണ്ടത് ചോദിക്കേണ്ട സമയത്ത് ചോദിക്കണമായിരുന്നു. അങ്ങനെ ചെയ്യാതിരുന്നത് കൊണ്ടാണ് ഇപ്പോൾ ഈ പരിണത ഫലം പ്രൊഡ്യൂസർമാർ ഒറ്റയ്ക്ക് അനുഭവിക്കേണ്ടി വരുന്നത് എന്നാണ് ശ്രീ പല്ലിശ്ശേരി പറഞ്ഞ് വെച്ചിരിക്കുന്നത്. മാത്രമല്ല, ഈ ചലച്ചിത്ര മേഖലയിലുള്ള ചില അനാശാസ്യ പ്രവണതകളും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. അല്ല, പല്ലിശ്ശേരി അദ്ദേഹം പറഞ്ഞാൽ ഞാൻ കേട്ടായിരുന്നു. പല്ലിശ്ശേരി ഞാനും തമ്മിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമൊക്കെ നാച്ചുറലി സിനിമയല്ലേ, അത് അങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ ഉണ്ടായിരുന്നിരിക്കും. പക്ഷേ ഒരു സിനിമയെ സ്നേഹിക്കുന്ന മനുഷ്യനാണ് പല്ലിശ്ശേരി എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എൻ്റെ ഗ്രോത്തിലും എൻ്റെ ഫോക്കസ് ഫിലിംസ് എന്ന് പറയുന്ന ഇതിൻ്റെ ഗ്രോത്തിലും തന്നെ അദ്ദേഹം എന്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങളുടെ ഒരു വലിയ യുദ്ധവും വഴക്കമൊന്നും അല്ലെങ്കിലും അദ്ദേഹം കണ്ണുവാനെ സഹായിച്ചിട്ടുണ്ട്. അന്നത്തെ പുള്ളിയുടെ ഇതെന്നുള്ള പത്രപ്രവർത്തനം എന്ന നിലയിൽ കണ്ണോനെ എന്നെ സഹായിച്ചെന്ന് വെച്ചാൽ എൻ്റെ പടങ്ങളെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി സഹായിച്ചിട്ടുണ്ട്. അപ്പം അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളുടെ ഒരു കൂടെ വെളിച്ചത്തിലാണ് അദ്ദേഹം സംസാരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം പല്ലിശ്ശേരി മനസ്സിലാക്കേണ്ടത്, എല്ലാം നമ്മൾ ഈ പറഞ്ഞ മാതിരി ചില സമയങ്ങളിലേ സംസാരിക്കാൻ പറ്റുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴേ ഈ വാക്കുകൾക്ക് വിലയുണ്ടാവുള്ളൂ. അത് സിനിമയുടെ ഒരു പ്രത്യേക അവസ്ഥയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പടങ്ങൾ ഓടി എല്ലാവരും ആഹ്ലാദിച്ച് നിൽക്കുന്ന സമയത്ത് നമ്മളെപ്പോലുള്ള ആൾക്കാർ സംസാരിക്കുകയാണെങ്കിൽ എന്തിനും ഇവനിത് സംസാരിക്കണം, ഇപ്പോൾ പടങ്ങളൊക്കെ ഓടുന്നില്ലേ എന്നൊക്കെ. ഇപ്പോൾ ഇതൊരു കഷ്ടകാലം പിടിച്ച സമയമാണ്. അത് സിനിമ പ്രൊഡ്യൂസേഴ്സിന് മാത്രമല്ല, ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് മാത്രമല്ല, എക്സിബിറ്റേഴ്സ്. ഞാനൊരു എക്സിബിറ്റർ ആയിരുന്നു, പല്ലിശ്ശേരിക്കും അറിയാം, പലർക്കും അറിയാം. അപ്പം ഈ എക്സിബിഷനിൽ എന്ത് തകർച്ച വരുന്നു എന്ന് എനിക്ക് മുൻകൂട്ടി കാണാൻ പറ്റും. ഞാൻ അതിനെപ്പറ്റി പഠിച്ചിട്ടുള്ളതാണ്, നേരിട്ട് നടത്തിയിട്ടുള്ളതാണ് എൻ്റെ കുടുംബ ബിസിനസ്സായിട്ട്. അപ്പോൾ ആ ബിസിനസ്സിൽ ഞാൻ മൂക്കത്ത് കൈവെക്കാറുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഇവർ പ്രൊലോങ് ചെയ്ത് പോകുന്നു, ഇത്രയും ആധുനീകരിച്ച് റിനോവേഷൻസ് നടത്തി, ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി, എന്നിട്ട് അവർ മുമ്പോട്ട് പോകുന്നത് എങ്ങനെ എന്ന് വരെ ഞാൻ ആലോചിച്ചിട്ട് എനിക്കൊരു പിടിയും കിട്ടിയിട്ടില്ല. പിന്നെ എൻ്റെ സുഹൃത്ത് ബന്ധങ്ങളുള്ള പലരും ഉണ്ട്, ഈ അന്നും ഇന്നും ഉണ്ട്. അവരോടൊക്കെ ഞാൻ സംസാരിക്കുമ്പോഴത്തേക്കും അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതാണ്, മാനം എന്ന് പറയുന്ന ഒരു സാധനം കൂട്ടിയിണക്കാൻ വേണ്ടി, അത് ഈ ജനം അവരുടെ ലോക്കൽ ആൾക്കാർക്ക് അവരുടെ പേരിലുള്ളൊരു മതിപ്പ് കളയാതിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ കുടുംബപ്പേര് കളയാതിരിക്കാൻ വേണ്ടി തിയേറ്റർ അടക്കാതെ കഴിച്ചു കൂട്ടുന്നു. എന്നാൽ തന്നെ 2 സ്ക്രീനുള്ളടുത്ത് ഒരു സ്ക്രീനേ വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ പുറത്ത് അങ്ങനെ വലിയ ന്യൂസ് ഉണ്ടാവില്ല. മറ്റേത് ഒരു മാസത്തേക്ക് അടച്ചിട്ട് കഴിഞ്ഞാൽ ആ തിയേറ്റർ പൂട്ടി. ഇത് നമ്മുടെ നാട്ടിലൊരു പ്രവണതയാണ്. അപ്പോൾ നാച്ചുറലി അതിന് പലിശക്ക് കടം മേടിച്ചിട്ട് ചിലപ്പം ഇലക്ട്രിസിറ്റി ബില്ല് അടച്ചവരുണ്ടാവും. ഇന്ന് നിങ്ങൾ അന്വേഷിച്ചോളൂ, കേരളത്തിലെ ഒട്ടുമിക്ക തിയേറ്ററുകളിലും ജനറേറ്ററിലാണ് നടക്കുന്നത്. അത്രയും ഭീമമായ കറണ്ട് എൻ്റെ ബില്ലുകൾ വന്നിട്ട് അതിൻ്റെ ബില്ലടക്കാതെ അവർക്ക് മറ്റേ വരുമ്പോഴത്തേക്കും കറണ്ട് കട്ട് ചെയ്യുമ്പോഴത്തേക്കും ജനറേറ്ററിൽ ഓടിക്കും. ഡബിൾ ചിലവാണ്. അപ്പം അതുകൊണ്ട് ഇതൊന്നും ഒരിക്കലും വെളിച്ചത്ത് നമുക്ക് പറയാൻ, അതായത് തുറന്ന് പറയാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ടാവും. ഇതിപ്പോൾ ഇങ്ങനെ ഒരു അവസരത്തിലാണ് ഇതിനെപ്പറ്റി സംസാരിക്കാൻ പറ്റുള്ളൂ. പണ്ട് പല സമയങ്ങളിലും ഇതേമാതിരി സമരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നപ്പോൾ ഞാനും ഉണ്ടായിരുന്ന ഒരു സമയമായിരുന്നു. നമുക്ക് ആ സമയത്താണ് അത് തുറന്ന് പറയാൻ പറ്റിയത്. നമുക്ക് തുറന്ന് പറയാൻ പറ്റിയത്. അല്ലാതെ അതിന് മുമ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് എഫക്റ്റീവ് ആവില്ല. അപ്പോൾ അതുകൊണ്ട് പറയേണ്ട സമയത്ത് പറയുക എന്നുള്ളതാണ്. അതിന് ഈ സമയമാണ് ഇതിന് പറ്റിയ സമയം എന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ കാഴ്ചപ്പാട്.